എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരറ്റ് യൂണിവേഴ്സ് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് എത്താൻ വേണ്ടി, ഇതിലെ എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇതിൽ കിട്ടിയിട്ടിരിക്കുന്നത് എംബ്രസും 6 ഓഫ് സോഡ്സും ക്യൂൻ ഓഫ് സോഡ്സും ആണ്. അപ്പോൾ എംബ്രസ് കാർഡ് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ നർച്ചർ ചെയ്ത് കൊണ്ട് നടക്കാനും കെയർ ചെയ്ത് കൊണ്ട് നടക്കാനും എല്ലാ തരത്തിലുള്ളൊരു സ്നേഹം, അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ രാജ്ഞിയാണ്. അവരുടെ ലൈഫിൽ റീപ്ലേസബിൾ ഇല്ലാത്ത ഒരു വ്യക്തി എന്നാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ദെൻ നെക്സ്റ്റ് കാർഡ് പറയുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. അതിൽ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വിഷമകരമായ സിറ്റുവേഷൻസ് സമാധാനപരമായി ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ്. നിങ്ങളെയും കൂട്ടി സമാധാനമായി സ്വസ്ഥമായി അവരുടെ ലൈഫിൽ പോയി സെറ്റിൽ ചെയ്യണമെന്നാണ് അവർ വിചാരിക്കുന്നത്. അടുത്ത കാർഡ് ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ക്യൂൻ ഓഫ് സോഡ്സ് വരുമ്പോൾ നമുക്ക് അതിൽ മുതിർന്ന ഒരു സ്ത്രീ അതല്ലെങ്കിൽ സഹോദരി, അവരുടെ ആരുടെയെങ്കിലും ഒരു പ്രഭാവം നിങ്ങളുടെ ഈ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുടെയൊക്കെ തീരുമാനങ്ങളോ അവരുടെ എല്ലാ അഭിപ്രായങ്ങളോ നിമിത്തം ഈ റിലേഷൻഷിപ്പിൽ അധികം വൈകാതെ തന്നെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ബുദ്ധിശക്തിക്കും വ്യക്തമായ ആശയവിനിമയത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതായത് സത്യസന്ധമായ വ്യക്തമായ അതിർവരമ്പുകൾക്ക് ഇവിടെ സ്ഥാനമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. മൊത്തത്തിൽ നിങ്ങളുടെ ബന്ധം വൈകാരികതയിൽ നിന്ന് യുക്തിയിലേക്ക് മാറിയിരിക്കുന്നു. സ്നേഹനിർഭരവും വൈകാരികവുമായ ഒരു തലത്തിൽ നിന്ന് കൂടുതൽ വ്യക്തതയും സത്യസന്ധതയും ആവശ്യമായ ഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നമസ്കാരം.